ാൽ കഴിയുന്ന തരത്തിലൊക്കെ ഭാഗ്യലക്ഷ്മിയെയും മക്കളെയും ദ്രോഹിക്കുകയാണ് സദാനന്ദനും മകൻ കാർത്തിയും. എല്ലാ ശ്രമങ്ങളും പാളിപ്പോകുമ്പോൾ അവസാനം ദിയെ കൊല്ലാനായിട്ട് ഞണ്ട് സജി അയക്കുകയാണ് കാർത്തി. പക്ഷെ അവിടെയും ബുള്ളറ്റ് ജഗൻ ഭാഗ്യലക്ഷ്മിയും മക്കൾക്കും തുണയാവുകയാണ്. എന്നാൽ ബുള്ളറ്റ് ജഗനോട് നേർക്കുനേർ നിന്ന് കരുതാനുള്ള ധൈര്യം കാർത്തിക്കില്ല. രചന ശ്രമിച്ചിട്ടും ദീപയുടെ കല്യാണം മുടക്കാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം അതിനൊരു പോംവഴിയായിട്ട് കാർത്തി ജയലാലിനെ വഴിയിൽ തടഞ്ഞു നിർത്തുകയാണ്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുന്നത് ജയലാലിനെ ആക്രമിക്കുന്ന കാർത്തിയെയും കൂട്ടരെയുമാണ്. വാക്കാൽ ജയലാൽ കാർത്തിയുടെയും കൂട്ടുകാരുടെയും മുൻപിൽ പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അവസാനം ജയലാലിന്റെ ഷർട്ടിന് പിടിച്ച് കൂട്ടുകാരുടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കാർത്തി പറയുകയാണ് തല്ലിക്കൊല്ലടാ ഇവനെ എന്ന്. അതിനുശേഷം കൂട്ടുകാർ പിടിച്ചു വെച്ച് കൊടുക്കുകയാണ് ജയലാലിനെ കാർത്തിക്ക് അടിക്കാനായിട്ട്. കമ്പ് കൊണ്ട് ജയലാലിനെ തലങ്ങും വിലങ്ങും അടിക്കുകയാണ് കാർത്തി. ജയലാൽ തിരിച്ചടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും പക്ഷേ വില പോകുന്നില്ല. അവസാനം കമ്പ് കൊണ്ട് ജയലാലിന്റെ തലയ്ക്ക് അടിക്കുകയാണ് കാർത്തി. ചോര വാർന്ന ജയലാൽ റോഡിലേക്ക് വീഴുകയാണ്. ഇതേസമയം ദീപ ജയലാലിനെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ എടുക്കാത്ത ജയലാലിനെ എന്ത് സംഭവിച്ചു എന്നറിയാതെ നിൽക്കുകയാണ് ദീപയും ദിയയും. ഇത്രയുമാണ് പ്രമോ. ഓക്കെ, താങ്ക് യു.